ഇന്ത്യയുമായി ഏറെക്കാലത്തെ വ്യാപാര ബന്ധമുള്ള രാജ്യമാണ് ഖത്തർ. പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയ രാജ്യം കൂടിയാണിത്. പഹൽഗാം ആക്രമണ ശേഷം ഇന്ത്യക്ക് പിന്തുണയുമായി ആദ്യം എത്തിയവരിൽ ഖത്തറും ഉണ്ടായിരുന്നു. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ നാവികരെ വെറുതെ വിട്ടത് ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന്റെ തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയും ഖത്തറും തമ്മിൽ പ്രധാന ഇടപാട് ദ്രവ്യ പ്രകൃതിവാതകത്തിലാണ്. ഇന്ത്യയുമായി ദീർഘകാല കരാർ ഖത്തർ ഇക്കാര്യത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ലോകത്തെ പ്രധാന LNG കയറ്റുമതി രാജ്യമാണ് ഖത്തർ. ബ്രെൻ ക്രൂഡിന്റെ 12.6% വിലയ്ക്കാണ് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതാണ് പാകിസ്ഥാനെ വിഷമത്തിലാക്കിയ കാര്യം. പാകിസ്ഥാനും ഖത്തറും ദീർഘകാല LNG കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് നീട്ടിവെക്കാനാണ് പാകിസ്ഥാന്റെ പുതിയ തീരുമാനം. വിഷയത്തിൽ ഖത്തറുമായി ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. ഇക്കണോമിക് കോർഡിനേഷൻ കമ്മിറ്റി ഖത്തറുമായി വീണ്ടും ചർച്ച നടത്താൻ പെട്രോളിയം ഡിവിഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനും ഖത്തറും തമ്മിൽ 2016 ഒപ്പുവെച്ച കരാർ പ്രകാരം ബ്രെൻ ക്രൂഡിന്റെ 13.37% വിലയ്ക്കാണ് ഇടപാട്. എന്നാൽ ഇന്ത്യയുമായുള്ള കരാർ 12.66%. ഇന്ത്യയേക്കാൾ ഉയർന്ന വില പാകിസ്ഥാൻ നൽകണം. ഇത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. തുടർന്നാണ് വീണ്ടും ചർച്ച നടത്താൻ ശ്രമിക്കുന്നത്. ഖത്തർ ഇക്കാര്യം സമ്മതിക്കുമോ എന്ന് വ്യക്തവുമല്ല. 2025 മുതൽ 2031 വരെ കരാർ പ്രകാരം ലഭിക്കേണ്ട 177 കാർഗോ ഇപ്പോൾ വേണ്ടതില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നു. വാതകത്തിന് പാകിസ്ഥാനിൽ ആവശ്യം കുറഞ്ഞിരിക്കുകയാണ്. ഈ വേളയിൽ തുടർച്ചയായി LNG കാർഗോ വരുന്നത് വലിയ തിരിച്ചടിയാകും. ആവശ്യമില്ലാതെ ചരക്ക് കെട്ടിക്കിടക്കുന്ന സാഹചര്യമാകും ഉണ്ടാവുക. നിലവിലുള്ള ഇടപാടിൽ $5.6 ബില്യൺ കൊടുക്കാനുമുണ്ട്. ഖത്തറുമായി നിലവിൽ ഉണ്ടാക്കിയ ഊർജ്ജ കരാർ പാകിസ്ഥാനിലെ ഇറക്കുമതി കമ്പനികൾക്ക് നഷ്ടവുമാണ്. വാതകത്തിന്റെ ആവശ്യം കുറഞ്ഞു വരികയും കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഖത്തറുമായി ചർച്ച ചെയ്ത് വില കുറയ്ക്കാനും വിതരണം വൈകിപ്പിക്കാനുമാണ് ആലോചന. അതേസമയം മിച്ചം വരുന്ന വാതകം മറച്ചു വിൽക്കുന്ന കാര്യവും പാകിസ്ഥാൻ ചർച്ച ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന് ഇളവ് നൽകിയാൽ മറ്റു രാജ്യങ്ങളും ഖത്തറിന് മേൽ വില കുറയ്ക്കാനും കരാർ വൈകിപ്പിക്കാനും സമ്മർദ്ദം ചെലുത്താനുമുള്ള സാധ്യതയുമുണ്ട്. ഇക്കാര്യം ഖത്തർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇളവ് നൽകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തലുകൾ. ഇന്ത്യയുമായി കുറഞ്ഞ വിലയ്ക്ക് കരാർ ഒപ്പുവെച്ചാണ് മറ്റു രാജ്യങ്ങൾ ചർച്ചയ്ക്ക് അടിസ്ഥാനമായി കാണുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.